നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തി അമേരിക്ക. 104% അധിക തീരുവ ഏർപ്പെടുത്തി. പുതുക്കിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മധു, അപ്പോൾ ഈ നികുതി പോരിന് ശമനമുണ്ടാകില്ല എന്നാണോ കരുതേണ്ടത് മധു? ഉന്മേഷ്, തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതേണ്ടത്. ലോകത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിലാണ് ഈ വിപണിയിൽ ഈ പോരാട്ടം തുടരുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ചൈനയുടെ മേലുള്ള തീരുവ ഡൊണാൾഡ് ട്രംപ് 104% ഉയർത്തിയിരിക്കുന്നത്. നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൗസ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. US ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ ഈ തീരുവയ്ക്ക് പ്രതികാര നടപടിയായി 34% ചൈന ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിക്കുവാൻ വൈറ്റ് ഹൗസും അതുപോലെ ഡൊണാൾഡ് ട്രംപും ചൈനയ്ക്ക് 24 മണിക്കൂർ സമയം നൽകിയിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ചൈന ഇത് തള്ളിക്കളയുകയായിരുന്നു. ബ്ലാക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണി വഴിയോ ചൈനയെ അതിന് സമ്മതിപ്പിക്കാം എന്ന് കരുതണ്ടെന്നായിരുന്നു ചൈന പറഞ്ഞത്. നയതന്ത്ര വഴികളാണ് ചൈന നോക്കുന്നതെന്നും പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. എന്നാൽ ജപ്പാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തി വരികയാണെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. ഈ വിപണിയിലെ മാന്ദ്യം കൊണ്ടല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങളൊക്കെ വിലപേശുവാൻ ശ്രമിക്കുന്നതിനാലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നതെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് പറയുന്നത്. നികുതിപ്പോര് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതേസമയം ഓഹരി വിപണിയിൽ ടെക് കമ്പനികൾ അല്പം മുന്നേറ്റം നൽകുകയും ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറയുന്നതാകട്ടെ, അമേരിക്കൻ തൊഴിലാളികളോട് ചൈന വളരെ മോശമായ പെരുമാറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമീപനം ചൈനയുമായിട്ടുള്ളതിൽ മാറ്റം വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെ ചെറുതാക്കി കാണണ്ട, ഉരുക്കു പോലെയുള്ള ഒരു നട്ടലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്ക തകരുകയില്ല. അമേരിക്കൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കും, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നുള്ള വിശ്വാസവുമുണ്ട്. ഈ വിമോചന ദിനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയധികം രാജ്യങ്ങൾ ഈ തീരുവയുമായിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോട്ട് വന്നത് തന്നെ ഈ US പ്രസിഡന്റിലുള്ള ഈ വിശ്വാസത്തിന്റെ പേരിലാണെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. ഉന്മേഷം, നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ വർഷം $439 ബില്യൺ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ എത്തിയത്. അതേസമയം അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് $144 ബില്യൺ ഉൽപ്പന്നങ്ങളായിരുന്നു. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗിക സന്ദർശനത്തിനായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. UAE ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടായതായി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹംദാനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സ്വീകരിച്ചത്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി. ദുബായ് കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി ഉച്ചവിരുന്നും നൽകി. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചർച്ചകൾ ഉണ്ടായതായി ഷെയ്ഖ് ഹംദാൻ എക്സിൽ കുറിച്ചു. തുടർന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ന് തന്നെ ഷെയ്ഖ് ഹംദാൻ മുംബൈയിലേക്ക് തിരിക്കും. അവിടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി റൗണ്ട് ടേബിൾ ചർച്ചയിൽ പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ചർച്ച ചെയ്യും. ദുബായ് കിരീടാവകാശിയായ ശേഷമുള്ള ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് ഈ മാസം പ്രധാനമന്ത്രി ജിദ്ദയിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. സൗദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 22 ജിദ്ദയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം. 2016 ഏപ്രിലിലും 2019 ഒക്ടോബറിലുമായിരുന്നു ഇതിനു മുമ്പ് മോദി സൗദിയിലെത്തിയത്. വീണ്ടും സൗദിയിലെത്തുമ്പോൾ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കും. ഊർജ്ജം, പ്രതിരോധം, വ്യവസായം, നിക്ഷേപം, IT തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ലോകത്തിന്റെ ഭാവിക്ക് ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഇടനാഴിയെക്കുറിച്ച ചർച്ച സജീവമായ സമയത്താണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്.
2019 റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോറത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോഴാണ് ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ പ്രഖ്യാപനം നടന്നത്. ശേഷം പലതവണ ഇരു രാജ്യങ്ങളിലുമായി കൌൺസിൽ യോഗം ചേരുകയും ചെയ്തു. സൗദിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി അറേബ്യ ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. സൗദിയിലെ 27 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ജിദ്ദയിലെ ലേബർ ക്യാമ്പിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കാനഡയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് അഭിമാനമായി ബെലൻ മാത്യു. സ്കാർബ്രോ സെന്റർ ഡോൺവാലി ഈസ്റ്റ് റെഡിംഗിലെ കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയാണ് ബെലന്റ്. മീനു ചേരാടാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി കാനഡ ഒരുങ്ങുമ്പോൾ കനേഡിയൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ ഒരുങ്ങുകയാണ് മലയാളിയായ ബെലൻ മാത്യു. കനേഡിയൻ രാഷ്ട്രീയത്തിൽ സജീവമായ മലയാളികൾ നിരവധി പേരുണ്ടെങ്കിലും ഫെഡറൽ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടത്തിന് കുറിവീണ ഏക മലയാളിയെന്ന ഖ്യാതി ബെലൻ മാത്യുവിന് സ്വന്തം. സ്കാർബ്രോ സെന്റർ ഡോൺവാലി ഈസ്റ്റ് റൈഡിംഗിലെ കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയാണ് ബെലന്റ്. ഏപ്രിൽ 28-ന് നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ അംഗീകൃത കക്ഷികളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി രംഗത്തുള്ള ഏക മലയാളിയാണ് ബെലന്റ് എന്നത് മലയാളികൾക്ക് ഏറെ അഭിമാനകരമാണ്. കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരിൽ നിന്ന് ആരും തന്നെ പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് വിജയിച്ചാൽ ബെലന്റിനെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്ന ഘടകം. ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായ ബെലന്റ് ടൊറന്റോ മലയാളി സമാജം ജോയിന്റ് എന്റർടൈൻമെന്റ് കൺവീനർ, കനേഡിയൻ കൊച്ചിൻ ക്ലബ് അഡ്വൈസറി ബോർഡ് അംഗം എന്നിങ്ങനെ വിവിധ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. കാനഡയുടെ രാഷ്ട്രീയ ഭാവി പ്രവചിക്കപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രം. ചരിത്രത്താളുകളിലേക്ക് ഏതൊക്കെ പേരുകൾ എഴുതി ചേർക്കപ്പെടുമെന്ന് കാത്തിരുന്നു കാണാം. മീനു ചേലാടൻ, 24 USA. സൗദിയിലെ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിനുള്ള സമയപരിധി ഏപ്രിൽ 30-ന് അവസാനിക്കും. സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇൻകം ടാക്സ് സക്കാത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ അനുവദിച്ച സമയപരിധി 2025 ഏപ്രിൽ 30-ന് അവസാനിക്കും. ഇതിനകം സൗദിയിലെ എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ കണക്കുകൾ സമർപ്പിച്ച് നികുതി അല്ലെങ്കിൽ സക്കാത്ത് അടക്കണമെന്ന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി നിർദ്ദേശിച്ചു. ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും. 20,000 റിയാലാണ് ചുരുങ്ങിയ പിഴ. സമർപ്പിച്ച കണക്കുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥാപനങ്ങൾക്കും ഇതിനകം അതോറിറ്റിയിൽ നിന്ന് കത്ത് ലഭിച്ചു. കൃത്യമായ കണക്കുകളുടെ അഭാവമാണ് വിശദീകരണം ചോദിക്കാൻ കാരണമെന്നും ടാക്സ് അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാൻ ഇടയുണ്ടെന്നും അക്യുറേറ്റ് അക്കൌണ്ടിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് സൊല്യൂഷൻ CEO നൌഷാദ് പറഞ്ഞു. സക്കാത്ത് റിട്ടേൺ ഫയലിംഗ് ആണെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അക്കൌണ്ട്സ് ക്ലിയർ ആക്കി സക്കാത്ത് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകൾക്കും സക്കാത്ത് അതോറിറ്റിയിൽ നിന്ന്, സാഡ്കയിൽ നിന്ന് നേരത്തെ സമർപ്പിച്ച അക്കൌണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന നോട്ടീസുകൾക്ക് കൃത്യമായി നേരത്തിന് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൌണ്ട്സ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇടപാടുകളൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും ക്യാപിറ്റൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണക്ക് സമർപ്പിക്കണം. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറായില്ലെങ്കിൽ 1 മില്യൺ റിയാൽ ടാക്സബിൾ ഇൻകത്തിന് താഴെയുള്ള സ്ഥാപനങ്ങൾ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടെങ്കിലും ഏപ്രിൽ 30-ന് മുമ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE തൊഴിൽ രംഗത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ലേബർ മാർക്കറ്റ് അവാർഡിന്റെ പുതിയ പതിപ്പ് പ്രഖ്യാപിച്ചു. പുരസ്കാര തുകയിലും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിലും ഉൾപ്പെടെ ഇത്തവണ വർധനയുണ്ട്. മികച്ച തൊഴിൽ സാഹചര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനുമായി ദേശീയ മാനവവിഭവ വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന്റെ 3ാമത് പതിപ്പിന്റെ പ്രഖ്യാപനമാണ് അധികൃതർ നടത്തിയിരിക്കുന്നത്. പുരസ്കാര തുകയിലും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിലും ഉൾപ്പെടെ ഇത്തവണ വർധന വരുത്തിയതായി അധികൃതർ അറിയിച്ചു. 5 കോടി ദിർഹമാണ് ഇത്തവണത്തെ പുരസ്കാര തുക. പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം 84-ൽ നിന്ന് 98-ആയാണ് വർദ്ധിപ്പിച്ചത്. തൊഴിൽ വിപണിയിലെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനൊപ്പം സ്വകാര്യ മേഖലയിലെ മികച്ച കമ്പനികളുടെയും നേട്ടങ്ങൾ ആഘോഷിക്കുക എന്നതാണ് അവാർഡിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിലാളികൾക്കായി മികച്ച പദ്ധതികൾ നടപ്പാക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലേബർ അക്കോമഡേഷൻസ് എന്ന വിഭാഗത്തിന് കീഴിൽ ഇത്തവണ പുതിയ ഉപവിഭാഗവും അവതരിപ്പിച്ചിട്ടുണ്ട്. 24 ദുബായ്. നാടിന്റെ ഓർമ്മകൾ ഉണർത്തി മുത്തപ്പൻ തിരുവപ്പന. UAE തിരുവപ്പന ആഘോഷ സമിതിയാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉത്സവം സംഘടിപ്പിച്ചത്. അജ്മാനിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. നാട്ടിലെ അതേ ചിട്ടവട്ടങ്ങൾ ഒരുക്കി
ആചാരങ്ങളെല്ലാം പാലിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു മുത്തപ്പൻ തിരുവപ്പന ആഘോഷിച്ചത്. തിരുവപ്പന ആഘോഷ സമിതി UAEയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ 16-ാം വർഷമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ എത്തിച്ചായിരുന്നു ചടങ്ങുകളെല്ലാം. നാട്ടിലുള്ള മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്തുണ്ടാകുന്ന രൂപങ്ങൾ, മുത്തപ്പൻ്റെ 2 തിരുരൂപങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 16,000-ഓളം ആളുകൾ ആണ് ഇവിടെ എത്തും. രാത്രിയുടെ ഇടയിൽ അവർക്ക് എല്ലാ ആളുകൾക്കും 2 ദിവസം മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടായ അന്നദാനം 2 ദിവസം ഉണ്ടാവും. എല്ലാ പരിപാടികളിലും വളരെയധികം നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിൽ തന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ഒരു ഉത്സവ പ്രതീതിയാണ് ഇന്ന് അജ്മാനിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ UAEയിലെ ഭരണാധികാരികളോടാണ്. അവരെ വലിയൊരു മനസ്സിൻ്റെ ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ മുത്തപ്പനും തിരുവപ്പനയും കെട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയ അനുഭവമായി. 2 ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സത്യമായിട്ട് അവിടെ കണ്ണൂരിൽ പോയി തൊഴാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ മൂന്നാമത്തെ വർഷമൊക്കെ ഞാൻ ഈ മുത്തപ്പൻ്റെ സന്നിധിയിൽ ഇവിടെ വന്ന് തൊഴാൻ എനിക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കുട്ടികൾക്ക് ചോറൂണിനുള്ള സൗകര്യവും ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. മലകയറ്റത്തോടെ കർമ്മങ്ങൾക്ക് സമാപനമായി. 24 ദുബായ്. IPC വർഷിപ്പ് സെന്റർ ഷാർജ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നടന്നു. IPC UAE റീജിയണൽ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ ജോസഫ് ലോഗോ പ്രകാശനം ചെയ്തു. എ ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന പ്രമേയത്തിലാണ് സിൽവർ ജൂബിലി സംഘടിപ്പിക്കുന്നത്. 1 വർഷത്തോളം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റ് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ 9ാം വാർഷിക പരിപാടി കിഴക്കന്റെ വെരീസ് ഉത്സവ് 2025 സംഘടിപ്പിച്ചു. സംവിധായകൻ രൺജി പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ രാജീവ് നടുവിലമുറി, രക്ഷാധികാരി ബാബു പനമ്പള്ളി, സുരേഷ് വരിക്കോലിൽ, മാത്യൂസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മനോജ് പരുവണം നന്ദിയും രേഖപ്പെടുത്തി. ശ്രീരാഗ് ഭരതൻ, സോണിയ ആമോദ്, അനൂപ് കോവളം, ആദർശ് ചിറ്റാർ, ജയദേവ് കലവൂർ തുടങ്ങിയവർ പങ്കെടുത്ത കലാപരിപാടികളും നടന്നു. കുവൈറ്റ് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് വലിയ പള്ളിക്ക് കീഴിലെ മോർ അത്നാസിയോസ് ജാക്കബൈറ്റ് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ GSVBS പ്രോഗ്രാം ഫാദൂസോ 2025 സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട്, ഹെഡ്മാസ്റ്റർ ബേസിൽ സി ഏലിയാസ്, JSVBS ഡയറക്ടർ ജിബി സുശീൽ, ജോയിന്റ് ഡയറക്ടർ സിൻസ കെ എബി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്കായി വിവിധ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസുകൾ, ആക്ടിവിറ്റി സെഷൻസ്, മ്യൂസിക് സെഷൻസ്, മാജിക് ഷോ, ബൈബിൾ ക്വിസ്, ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടന്നു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ന്യൂസിലൻഡിൽ ആവേശമായി കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ്. ഓക്ലാൻഡിലെ ഈഡൻ പാർക്കിൽ നടന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ തിരുവനന്തപുരം ലിറ്റിൽ മാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് എറണാകുളം കിങ്സ് ജേതാക്കളായി. ഈഡൻ പാർക്കിലെ ഔട്ട് റോവൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കേരള പ്രീമിയർ ലീഗിന്റെ ആവേശ പോരാട്ടങ്ങൾ നടന്നത്. കേരളത്തിലെ ജില്ലകളുടെ പേരിലുള്ള 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. കലാശപ്പൂരിൽ എറണാകുളം കിങ്സും തിരുവനന്തപുരം ലിറ്റിൽ മാസ്റ്റേഴ്സുമാണ് ഏറ്റുമുട്ടിയത്. ആദ്യം ബാറ്റ് ചെയ്ത എറണാകുളം കിങ്സ് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. 56 റൺസ് നേടിയ സന്തോഷ് അയ്യരും 55 റൺസ് നേടിയ ജിതൻ രാമചന്ദ്രനുമാണ് എറണാകുളം കിങ്സിനായി തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തിരുവനന്തപുരം ലിറ്റിൽ മാസ്റ്റേഴ്സ് 140 റൺസിന് ഓൾ ഔട്ടായി. 4 വിക്കറ്റ് എടുത്ത നിതിൻ രാജാണ് തിരുവനന്തപുരത്തെ തകർത്തത്. Kerala Premier League Season 5 2025 to Ernakulam Kings. എറണാകുളം കിങ്സിന്റെ നായകൻ രഞ്ജിത് രവീന്ദ്രനാണ് ടൂർണമെന്റിലെ മികച്ച ബാറ്റർ. ലെനിൻ എബ്രഹാമാണ് മികച്ച ബൌളർ. ബിബിൻ തമ്പിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 24 ന്യൂസിലാൻഡ്. പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. വഖഫ് ഭേദഗതി നിയമത്തിന് എതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി.
ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും വിവരമുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നിരവധി ഹർജികൾ സുപ്രീംകോടതിക്ക് മുമ്പിലേക്ക് എത്തിയതോടെ നിയമം സ്റ്റേ ചെയ്യരുതെന്നാവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം കൈക്കൊള്ളരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ ഉടൻ വാദം കേൾക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ഹർജികൾ ഈ മാസം 16 സുപ്രീംകോടതി പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹർജികൾ ഉടൻ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിം ലീഗും സമസ്തയും കോൺഗ്രസും ഉൾപ്പെടെ നൽകിയ 14 ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. നിയമ പോരാട്ടത്തിന് പുറമെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 24 ഡൽഹി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ നടപടിയെടുക്കാൻ സമയക്രമം നിശ്ചയിച്ച് സുപ്രീംകോടതിയുടെ നിർണായക വിധി. ബില്ലുകൾ തടഞ്ഞുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്നും പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നും സുപ്രീംകോടതി വിധിച്ചു. 10 ബില്ലുകൾ പിടിച്ചുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി കോടതി റദ്ദാക്കി. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികൾ മെയ് 13 പരിഗണിക്കും. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടിയെ തെറ്റായതും നിയമവിരുദ്ധവും എന്നാണ് ഉത്തരവിൽ സുപ്രീംകോടതി വിമർശിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർക്ക് മുൻപിലെത്തിയാൽ ആർട്ടിക്കിൾ 200 ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. അനുമതി നിഷേധിച്ച് തിരിച്ചയച്ച ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. ബില്ലുകൾ തടഞ്ഞുവയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്നും ജസ്റ്റിസ് JB പർദിവാല ഉത്തരവിൽ പറഞ്ഞു. തമിഴ്നാട് പാസാക്കിയ 10 ബില്ലുകൾക്കും സുപ്രീംകോടതി അംഗീകാരം നൽകി. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാണെന്ന് തെളിയുമെന്ന BR അംബേദ്കറുടെ വാക്കുകൾ പരാമർശിച്ചായിരുന്നു ജസ്റ്റിസ് JB പർദിവാല ഉത്തരവ് വായിച്ച് അവസാനിപ്പിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് JB പർദിവാലയുടെ ഈ വിധി സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. എന്നാൽ പർദിവാലയുടെ ബെഞ്ചിലേക്ക് ഹർജി വിടണമെന്ന കേരളത്തിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അംഗീകരിച്ചില്ല. 23 മാസമായി ബില്ലുകൾ തടഞ്ഞു വച്ചിരിക്കുന്നുവെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചു. ഇന്നത്തെ വിധിയുടെ പരിധിയിൽ വരുമോ എന്നത് പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. R. അച്യുതൻ, 24 ഡൽഹി. സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ RN രവി വർഷങ്ങളായി ഒപ്പിടാതെ പിടിച്ചുവെച്ചിരുന്നത്. നിയമസഭ 2 തവണ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി. കോടതി വിധി ചരിത്രപരമെന്നായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതികരണം. 2020 AIADMK സർക്കാർ പാസാക്കിയ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഭേദഗതി ബിൽ മുതൽ 2023 ഏപ്രിലിൽ MK സ്റ്റാലിൻ സർക്കാർ കൊണ്ടുവന്ന വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് ഭേദഗതി ബിൽ അടക്കമുള്ള 12 ബില്ലുകളാണ് ഗവർണർ ഒപ്പിടാതെ കൈവശം വെച്ചിരുന്നത്. തമിഴ് സർവകലാശാല ആക്ട് ഭേദഗതി, കാർഷിക സർവകലാശാല ആക്ട് ഭേദഗതി, മെഡിക്കൽ സർവകലാശാല ആക്ട് ഭേദഗതി, ലോ യൂണിവേഴ്സിറ്റി ആക്ട് ഭേദഗതി എന്നിവയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കൽ. വൈസ് ചാൻസലർ നിയമനത്തിലും സർവകലാശാല പ്രവർത്തനത്തിലും തന്റെ അധികാരം ഇല്ലാതാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടില്ല. സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടതോടെ 2 ബില്ലുകൾ രാഷ്ട്രപതിക്ക് കൈമാറി മറ്റ് 10 തിരികെ അയച്ചു. 7 ദിവസത്തിനകം പ്രത്യേക നിയമസഭ വിളിച്ചു ചേർത്ത 10 ബില്ലുകളും സർക്കാർ വീണ്ടും പാസാക്കി. ഗവർണർ പ്രതിരോധത്തിലാകുമെന്നും ബില്ലുകൾ ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിച്ചെങ്കിലും RN രവി മൗനം തുടർന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോഴും കുലുക്കമില്ലാതിരുന്ന ഗവർണർ സർക്കാരുമായി പോരടിക്കുന്നത് തുടർന്നു. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ ഗവർണർ തീർത്ത പ്രതിരോധം അപ്പാടെ തകർന്നിരിക്കുകയാണ്. ചരിത്രപരമായ വിധിയെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പോരാട്ടം തുടരുമെന്നും നിയമസഭയിൽ പറഞ്ഞു. തമിഴ്നാട് அரசின் வாதத்தில் இருந்த நியாயத்தை ஏற்று மாண்புமிகு ஆளுநர் அவர்கள் நிறுத்தி வைத்திருந்தது சட்டவிரோதமானது என்றும் அந்த சட்ட முன்வடிவுகளுக்கும் ஆளுநர் அவர்கள் ஒப்புதல் அளிக்கப்பட்டதாக கருதப்பட வேண்டும் என்றும் தெரிவித்து வரலாற்று சிறப்புமிக்க தீர்ப்பினை இன்றைக்கு மாண்புமை ഉച്ചനീതിമன்றம் വഴങ്ങിയുള്ളത്. സർവകലാശാലകളിലെ നിർണായകമായ പല അധികാരവും നഷ്ടമാകുമെന്നതിനപ്പുറം തന്റെ സ്ഥാനത്തിന് തന്നെ ഇളക്കം തട്ടിയേക്കാവുന്ന വിധിയാണ് ഗവർണർ RN രവിക്ക് നേരിട്ടിരിക്കുന്നത്. ഗവർണറുടെ തുടർനീക്കങ്ങളും നിർണായകമാകും. 24 ചെന്നൈ.
സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയും BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് നേട്ടവുമാണ്. ഗവർണർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നീക്കങ്ങൾക്കുള്ള താക്കീതായി വിധിയെ വിലയിരുത്തുന്നു. അതേസമയം സുപ്രീം കോടതി വിധി ജനാധിപത്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നായിരുന്നു കേരള സർക്കാരിന്റെ പ്രതികരണം. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമബംഗാൾ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായകമാണ് സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി. ഗവർണർമാർക്ക് ബില്ലുകളിൽ അടയിരിക്കാൻ അധികാരമില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അയച്ച ഇവ വൈകിപ്പിക്കാനുള്ള നീക്കത്തിന് ഇന്നത്തെ വിധി തടയിട്ടിരിക്കുകയാണ്. ഗവർണർ സർക്കാർ പോരിനൊടുവിൽ 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. പൊതു ആരോഗ്യ ബില്ലടക്കം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിടുന്ന ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന നടപടി ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടുമുള്ള നീതികേടെന്നും കോടതിയിൽ കേരളം വാദിച്ചിരുന്നു. ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നീക്കം ചെറുക്കാൻ BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് വിധി കരുത്താകും. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള താക്കീതാണ് വിധിയെന്നും ജനാധിപത്യത്തിന്റെ വിജയമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതെന്ന് നിയമമന്ത്രി P. രാജീവ്. ജനാധിപത്യ വിരുദ്ധ, ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. ഗവർണറാണ് ശരിയെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും പ്രതികരിച്ചു. BJP ഇതര സംസ്ഥാനങ്ങളെ ഗവർണറെ കൊണ്ട് നേരിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് CPM-ഉം കോടതി വിധിയെ ചർച്ചയാക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു. 3 മാസത്തിനകം തീരുമാനമെന്ന നിർദ്ദേശം കോടതി വച്ചതോടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകണം. കേരളത്തിന്റെ ഹർജിയിലും സമാനമായ നീക്കമുണ്ടാകുമോ എന്നതാണ് ഇനി നിർണായകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പര്യടനം തുടരുകയാണ്. SKN40 കേരള യാത്രയിൽ അണിചേർന്ന് പാലക്കാട്. വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ ആദ്യ ദിന പര്യടനം പാലക്കാട് നഗരത്തിലെ ടോപ്പിൻ ടൗൺ ഗാർഡനിൽ സമാപിച്ചു. ഒറ്റപ്പാലത്ത് നിന്നാണ് പാലക്കാട് ജില്ലയിലെ 2ാം ദിന പര്യടനം ആരംഭിക്കുക. ജനങ്ങൾ ഭീതിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മുടെ യാത്ര. മാർച്ച് 16-ാം തീയതി ആരംഭിച്ച ഈ യാത്ര 20-ാം തീയതി കോഴിക്കോട് മഹാസമ്മേളനത്തിൽ സമാപിക്കും. പുഴകളുടെയും പനകളുടെയും നാടായ പാലക്കാട് കൊടും ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകൾ SKN-ന്റെ ലഹരി വിരുദ്ധ ജനകീയ യാത്രയിൽ പങ്കാളികളായി. വടക്കഞ്ചേരിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെ തുടക്കം. ചെറുപുഷ്പം സ്കൂളിൽ ഐക്യദാർഢ്യവുമായി നാടിന്റെ ജനമനസ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി കായികാധ്യാപകരും കായിക പ്രേമികളും ചെറുപുഷ്പം സ്കൂളിലേക്ക് SKN-നെ കാണാനെത്തി. തരൂർ MLA PP സുമോദ് യാത്രയുടെ ഭാഗമായി. തുടർന്ന് പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PNC മേനോന്റെ ശോഭ അക്കാദമിയിലും ജനകീയ യാത്രയെത്തി. പുലർകാലി പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല ഭീതിയുടെ കടലാഴങ്ങൾ അലയടിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ബഹുമതി നേടിയ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി ഒത്തുചേരൽ. മുൻ മന്ത്രിമാരായ KE ഇസ്മായിലും VC കബീറും ജനകീയ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. വൈകിട്ട് പാലക്കാടിനെ അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ പ്രിയ മലമ്പുഴയിൽ ലഹരിക്കെതിരെ ജനങ്ങളുമായി സംവദിച്ചു SKN. ഇന്നത്തെ യുവജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദൗത്യമായിട്ട് വരുന്നത്. രാത്രി പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടോപ്പിൻ ടൗൺ ഗാർഡനിൽ ഇന്നത്തെ യാത്ര സമാപിച്ചു. രാഹുൽ മാങ്കൂട്ടം MLA അടക്കം നിരവധി പ്രമുഖരും നാട്ടുകാരും ഇവിടെ യാത്രയ്ക്കൊപ്പം ചേർന്നു. അങ്ങനെ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് വരെ കുട്ടികൾ പോകുമ്പോൾ വളരെ അപകടകരമാണ് നാട്.
അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നതിൽ നമ്മളെല്ലാവരും അതിനെതിരായിട്ടുള്ള വലിയ ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ ഈ വെക്കേഷൻ കുട്ടികളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കുട്ടികൾ ഇപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ലെവലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എനർജി ലെവലിലെ കളിക്കളങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഇവർക്ക് അതേ എനർജി ഉണ്ട്, ഇതെവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 24 പാലക്കാട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.